കോർപ്പറേഷൻ പരിധിയിൽ പാറക്കണ്ടിയിൽ വീടിനോട് ചേർന്നുള്ള കടമുറിയിൽ സംരംഭം തുടങ്ങാൻ അപേക്ഷ നൽകിയിട്ടും ലൈസൻസ് അനുവദിക്കുന്നില്ലെന്ന് കറുവപ്പട്ട കർഷകനും വിവരാവകാശ ആക്ടിവിസ്റ്റുമായ ലീനോഡ് ജോൺ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. ലൈസൻസിനു വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ കഴിഞ്ഞ ഒരു മാസമായി കയറിയിറങ്ങുകയാണെന്നും കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ജീവനക്കാരാണ് ലൈസൻസ് അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും ലീനോഡ് ജോൺ പറഞ്ഞു. വ്യാജ കറുവപ്പട്ട സുലഭമായതോടെ കറുവപ്പട്ടയിൽ നിന്നും യാതൊരു ആദായവും ലഭിക്കാതിരുന്നതോടെയാണ് തന്റെ പേരിലുള്ള ഷോപ്പ് മുറിയിൽ സ്പൈസസ് ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞ മാർച്ച് 18-ന് അക്ഷയ കേന്ദ്രം മുഖേന അപേക്ഷ നൽകിയത്. നേരത്തെ കട നടത്തിയിരുന്നയാളെ വാടക നൽകാത്തതിൽ കോടതി മുഖാന്തരം ഒഴിപ്പിച്ചിരുന്നു. കോടതി വിധിയെ തുടർന്ന് നേരത്തെ കട നടത്തിയ വ്യക്തി താക്കോലും തന്നെ ഏൽപ്പിച്ചു. ഇപ്പോൾ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഇദ്ദേഹവുമായി രമ്യതയിലെത്തണമെന്ന വിചിത്ര ന്യായം പറഞ്ഞാണ് അപേക്ഷ പരിഗണിക്കാത്തതെന്നും ലിയണോഡ് പറഞ്ഞു. ഒന്ന് ജീവകാന്തും ഒന്ന് രഘുവും. ജീവകാന്ത് ഇവിടെ സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് മേടിച്ച്, പക്ഷേ മറ്റേ 500 രൂപ വാടക, 250 സ്ക്വയർ ഫീറ്റ് കടയാണ്, പ്രൈം ലൊക്കേഷനാണ്. ഈ രണ്ട് കടയിൽ കൂടി എങ്ങനെ വന്നാലും ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 25,000 രൂപ കിട്ടും. അവിടെ ഒരു 1000 രൂപയാണ് വാടക തരേണ്ടത്. അവർ 10 വർഷമായിട്ട് ഒരു നയാ പൈസ വാടക തന്നിട്ടില്ല. എന്നിട്ട് ജീവകാന്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കട മറ്റേ ഡെയിലി റെൻ്റ് 500 രൂപയ്ക്ക് പറിച്ചു കൊടുത്തൊരു ഇത് മറ്റേ കാർത്തിക് എന്ന് പറഞ്ഞൊരു തമിഴിനെ തേക്കാനായിട്ട്. അപ്പോൾ മറ്റേ രഘു ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാന്യമായിട്ട് പ്രാവിനെ വളർത്തി. ജീവകാന്തിന് രഘുവിന് ലൈസൻസും ഇല്ല ഈ പ്രാവിനെ വളർത്താനായിട്ട്. അത് നാച്ചുറലി അവർ കൊടുക്കത്തില്ല മുനിസിപ്പാലിറ്റി. എന്നാൽ ഈ 2 പേർക്കെതിരെ ഇത്രയും വർഷമായിട്ട് ഒരു ആക്ഷനും മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കേസ് കൊടുത്ത് ഒരു വർഷം മുമ്പേ കേസ് കൊടുത്ത് അതിൻ്റെ ഓർഡർ വെച്ച് ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്ത് എൻ്റെ പേരിലേക്ക് മാറ്റി തരാനായിട്ട്. മാറ്റി തരാൻ നോക്കുമ്പോൾ അവർ മരിച്ചാലും മാറ്റി തരാൻ തയ്യാറായി.